പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഭീമസേന തിരുപ്പതിയായ തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ ഭഗവാൻ മായപ്പിരാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെങ്ങന്നൂരിലെ രണ്ടാമത്തെ പഞ്ചപാണ്ഡവ ക്ഷേത്രമാണിത്. ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിയിൽ 4 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി പുലിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നും പഞ്ചപാണ്ഡവ ക്ഷേത്രമെന്ന നിലയിൽ അറിയപ്പെടുന്നതുമായ തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. വനവാസക്കാലത്ത് ഭീമൻ ആരാധിച്ച സാക്ഷാൽ മഹാവിഷ്ണുവാണ് തൃപ്പുലിയൂരപ്പൻ. നരസിംഹമൂർത്തിയുടെ ഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം സപ്തർഷികളാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും വാക്യപാത മഹർഷി പിന്നീട് ഇവിടെ വസിച്ച് പൂജകൾ നടത്തിയിരുന്നെന്നും അങ്ങനെയാണ് സ്ഥലനാമം പുലിയൂർ എന്ന് വന്നതെന്നും മറ്റും ഐതിഹ്യങ്ങളിൽ കാണുന്നു. മയദത്തം എന്ന ഭീമന്റെ ഗദയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന് മുൻപായി കാണാം. കാവടിയാട്ടം നടത്തുന്ന ഏക വിഷ്ണു ക്ഷേത്രമാണിത്. നമസ്കാര മണ്ഡപത്തിന്റെ തെക്കുവശത്ത് യക്ഷിയുടെ കണ്ണാടി പ്രതിഷ്ഠയാണുള്ളത്. ഇത് പ്രധാന ഉപദേവതാ പ്രതിഷ്ഠയായി കണക്കാക്കുന്നു. ഗണപതി, അയ്യപ്പൻ, ശിവൻ, കൂവളത്തപ്പൻ, യക്ഷിയമ്മ, നാഗങ്ങൾ, രക്ഷസ് എന്നിവരാണ് ഉപദേവതകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലിയും ഉണ്ട്. കോട്ടുപുരയും ക്ഷേത്രക്കുളവും പടിഞ്ഞാറേ നടയിലെ ആൽമരവും പ്രത്യേകതകളാണ്. ഭക്ഷണപ്രിയനായ ഭീമസേനൻ പ്രതിഷ്ഠിച്ചതിനാലാവണം നിവേദ്യ സമർപ്പണത്തിന് ക്ഷേത്രത്തിൽ പരമപ്രധാന സ്ഥാനമാണുള്ളത്. ചതുശ്ശതമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. 101 നാഴിയരി, 101 നാളികേരം, 101 കദളിപ്പഴം, 101 ഫലം ശർക്കര എന്നിവ ചേർത്താണ് ചതുശ്ശതം ഒരുക്കുക. വൈകുന്നേരത്തെ നിവേദ്യം കഴിഞ്ഞാൽ ഭഗവാൻ തിരുവാറന്മുളയ്ക്ക് എഴുന്നള്ളും എന്നും വിശ്വാസമുണ്ട്. പൗരാണിക ചരിത്രകാരനായ പി. ഉണ്ണികൃഷ്ണൻ നായർ തിരുപ്പുലിയൂർ എന്ന അപൂർവ ഗ്രന്ഥം കൂടി രചിച്ചിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ പൗരാണിക പ്രതാപകാലത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉത്തമ ഗ്രന്ഥമായി ഇന്നും നിലകൊള്ളുന്നു. ഓം നമോ നാരായണായ.